കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൃഷ്ടിവെച്ച് ആലോചന പറഞ്ഞു തരുന്ന വഴി ഇതാകുന്നു, ഇതിലെ പൊയ്ക്കൊള്ളുക എന്നുള്ള ഇമ്പസ്വരം കേൾപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ നമ്മുടെ ദൈവത്തിന് നന്ദി പറയാം. അവരുടെ ആലോചന ശാശ്വതമായും അവിടുത്തെ ഹൃദയവിചാരങ്ങൾ തലമുറയായും ഇരിക്കുന്നുവെന്ന് അവിടുത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലും അവിടുത്തെ ആലോചനയ്ക്കായി അവിടുത്തെ പ്രവൃത്തികൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം, ഇന്നലെയും ഇന്നും എന്നേക്കും വാക്കുമാറാത്തവൻ, അനന്യനായവൻ, പ്രവൃത്തിയിൽ വലിയവൻ, താൻ മാത്രം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല എന്ന് ഇന്ന് നമ്മളൊന്ന് ഉറപ്പിക്കും. അവിടുത്തെ കഴിയാത്ത ഒരു കാര്യമില്ല. നമുക്ക് കഴിയാത്തത്, നമുക്ക് പോകാൻ പറ്റാത്ത ഇടത്ത്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചെയ്യാൻ കഴിവുള്ള ദൈവസാന്നിധ്യം ഇന്ന് പകലൊന്ന് തിരിച്ചറിയണം. നമ്മൾ പരാജയം സമ്മതിക്കുമ്പോഴാണ് എന്നെക്കൊണ്ട് പറ്റില്ല കർത്താവേ എന്ന് പറയുമ്പോൾ, നമ്മുടെ കഴിവിൽ ആശ്രയിക്കുമ്പോഴും ബുദ്ധിയിൽ ആശ്രയിക്കുമ്പോഴുമാണ് നമ്മൾ പരാജയപ്പെടുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, അവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അവൻ്റെ ജീവിതത്തിൽ പരാജയമില്ല. അവന് മുൻപോട്ട് പോകാനുള്ള കരുത്തും കൃപയും ദൈവം നൽകി ആദരിക്കും. എൻ്റെ ആത്മാവെ വിഷാദിച്ച് ഉള്ളിഞ്ഞരങ്ങുന്നതെന്താണ്? ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ പ്രകൃതി അറിയുന്ന ഒരു ദൈവം അപ്പൻ്റെ മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമ്മെ നാമായി അറിയുന്ന, നമ്മുടെ നിലവുകളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിരാശപ്പെടരുത്. മതി എന്ന് പറയുന്നിടത്ത് നിന്ന് തുടങ്ങാൻ കഴിവുള്ള ഒരു ദൈവത്തെ നമ്മൾ സ്നേഹിക്കും. അസ്തമിച്ചിടത്തു നിന്ന് ദൂരയാത്രയ്ക്ക് ഭക്തനെ ഒരുക്കിയ ഒരു കർത്താവ് ഇന്നും നമ്മുടെ കൂടെയുണ്ട്. മരുഭൂമിയിൽ നീ വീഴില്ല ഏലിയാവേ. നിനക്കിനിയും ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇസബെൽ അല്ല നിൻ്റെ ഭാവിയും നിൻ്റെ ജീവിതത്തിൻ്റെ അവസാനവും തീരുമാനിക്കുന്ന ദൈവമാണ്. ദൈവാത്മാവ് ചില വ്യക്തികളെ നോക്കി പറയുന്നു, ചില വാക്കുകളുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ മുന്നോട്ട് പോകാൻ എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല, എനിക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നവരോട് വചനത്തിന് പറയാനുള്ളത്, ദൈവത്തിന് നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കാൻ കഴിയും. ദൈവശക്തി നിങ്ങളുടെ മേലെ ഇന്ന് പകൽ വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവസാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുക. സകല പ്രതീക്ഷകളെയും പ്രത്യാശകളും നഷ്ടപ്പെട്ട ചിലർ എന്നെ കേൾക്കും. അവരോട് വിളിച്ചു പറയുന്നു, നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. എല്ലായ്പ്പോഴും യഹോഭക്തിയോടിരിക്കുക. ഒരു പ്രതിഫലമുണ്ടാകും. നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ലെന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറയും. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, അവനോടുകൂടെ 12 വരും. അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ പല സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും
ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും ശൂഷനെയും തങ്ങളുടെ വസ്തുവകൾ കൊണ്ട് അവർക്ക് ശുശ്രൂഷ പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. യേശു സഞ്ചരിക്കുകയാണ്. നോക്കൂ, ദൈവരാജ്യം പ്രസംഗിച്ച് സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും യേശു സഞ്ചരിക്കുന്നു. ആ സഞ്ചാരത്തെ ഊട്ടി ഉറപ്പിക്കാൻ ശക്തിയോടെ ദൈവവചനം അടയാളങ്ങളാൽ അത്ഭുതങ്ങളാൽ തറപ്പിച്ചു വചനത്തിൻ്റെ ശക്തി തെളിയിക്കപ്പെടാൻ യേശുവിൻ്റെ കൂടെ ഒരു വലിയ സമൂഹമുണ്ടായിരുന്നു. ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്ന വചനം സാക്ഷാൽ വെറുമൊരു വചനമായിട്ടല്ല, ഇതൊരു ദൈവശക്തിയായി നിങ്ങളുടെ അകത്തേക്ക് വരും. ഇത് ദൈവത്തിൻ്റെ വചനമായി മാത്രം നിങ്ങളുടെ അകത്തേക്ക് വന്നാൽ നോർമൽ ഒരു പ്രസംഗം കേൾക്കുന്നത് പോലെ അല്ല ഇത് നിങ്ങളിലേക്ക് പരിവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അയച്ച കാര്യം സാധിപ്പിക്കുന്ന വചനമാണ്. കുഴികളിൽ നിന്ന് വിടുവിക്കുന്ന വചനമാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട വചനമാണ്. ദൈവവചനം മാറ്റമില്ലാത്തതാണ്. അതിന് ശക്തിയുണ്ട്. വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെ യേശു സുവിശേഷം പ്രസംഗിച്ച് ദൈവരാജ്യം പ്രസംഗിച്ച് പട്ടണം തോറും സഞ്ചരിക്കുമ്പോൾ 12 ശിഷ്യന്മാരും ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി. ഇന്ന് പകൽ യേശുവിൻ്റെ ശക്തി വന്നാൽ ചിലത് നീക്കപ്പെടുകയാണ്, ചില വ്യാധികൾ മാറുകയാണ്, ദുരാത്മാവ് വിട്ടുപോകുകയാണ്. നാളുകളായി ചില വ്യാധികളിട്ട് ഡോക്ടേഴ്സ് പരിശോധിക്കുമ്പോൾ ഒരു സ്കാനിങ് മെഷീനും വെളിപ്പെടാത്ത ചില വ്യാധികൾ ഇന്ന് പകൽ എൻ്റെ കർത്താവിൻ്റെ ശക്തിയാൽ നീക്കം വരുത്തുകയാണ്. അതവിടെ നിന്ന് മാറിപ്പോകുകയാണ്. ആ ബ്ലോക്കുകൾ മാറുകയാണ്, ആ മുഴകൾ മാറുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുന്ന ആ ദുരാത്മ മണ്ഡലങ്ങൾ മാറുകയാണ്. നിങ്ങളുടെ സ്വസ്ഥതയെ കെടുത്താൻ ശ്രമിക്കുന്ന, സമാധാനത്തെ കെടുത്തുന്ന, പ്രാർത്ഥനയിൽ മുൻപോട്ട് വരാൻ കഴിയാതെ നിങ്ങളെ തളർത്തുന്ന ചില ഈവിൽ സ്പിരിറ്റിൻ്റെ ശക്തികൾ ഇന്ന് പകൽ നീങ്ങിപ്പോകുന്നു. ശരീരത്തെ മനസ്സിനെയുമൊക്കെ ബലഹീനമാക്കുന്ന ചില വെല്ലുവിളികൾ സ്വർഗമെടുത്ത് നീക്കിക്കളയുക, നീങ്ങിപ്പോകുന്നു. യേശുവിൻ്റെ ശക്തി, വചനത്തിൻ്റെ ശക്തി, അഭിഷേകത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അകത്തേക്ക് ഇന്ന് പകൽ വന്നാൽ ചിലത് നീങ്ങിപ്പോകുക. നാളുകൾ തടസ്സമായി നിൽക്കുന്ന, നിങ്ങളെ മുൻപോട്ട് വിടാത്ത വണ്ണം വലിയ താമ്ര കഥകൾ കൊണ്ട്, പോടാമ്പുകൾ കൊണ്ട് ബന്ധിച്ചത് ഇന്ന് പകൽ നീങ്ങിപ്പോകുക. അഭിഷക്തനായ കോരേഷ്, അഭിഷേകമുള്ളവൻ വരുമ്പോൾ ചിലത് നീങ്ങിപ്പോകുക യേശുവിൻ്റെ നാമത്തിൽ. നോക്കൂ, വ്യാധികളെ നീക്കി സൗഖ്യം വരുത്തിയ പലരും. 7 ഭൂതങ്ങൾ നാളുകളായി മഗ്ദല മറിയയിൽ വ്യാപരിച്ച് അവിടെ ഭാവിയടച്ച് ലോകത്തിൻ്റെ മുമ്പിൽ കൂത്തുകാഴ്ചയായി ചോദ്യചിഹ്നമായ ആ വിഷയത്തെ എൻ്റെ യേശു സൗഖ്യമാക്കി. അങ്ങനെയെങ്കിൽ ഈ പകൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ചോദ്യചിഹ്നമായ, മറ്റുള്ളവർ ചർച്ച ചെയ്യുന്ന, കാലപ്പഴക്കമായ, നിന്നെ അസ്വസ്ഥമാക്കുന്ന, നിന്നെ നൊമ്പരപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ ഈ പകൽ സൗഖ്യമാകും. അത് നീങ്ങിപ്പോകുന്നു. വിശ്വസിക്കുക. നിന്റെ തലമുറയുടെ വിഷയം നാളുകളായി നിനക്ക് പലരോടും മറുപടി പറയാൻ കഴിയുന്നില്ല. അതിനൊരു വിടുതൽ വരുന്നില്ല. എത്രയോ ദിവസങ്ങളായി. പക്ഷേ ഇന്ന് പകൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം നസറേനായ യേശുവിൻ്റെ നാമത്തിൽ നീട്ടുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ദൈവത്തിൻ്റെ മഹത്വം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ്. വിശ്വസിക്കുന്നവർ ഇന്നും പകലൊന്ന് സ്തോത്രം ചെയ്യാമോ? ദൈവ മഹത്വത്തെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജനം വിടുവിക്കപ്പെടട്ടെ.
രോഗികൾ സൗഖ്യമാകട്ടെ. ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ്റെ ശക്തി വെളിപ്പെട്ട് വന്നപ്പോൾ മഗ്ദലക്കാരത്തി മറിയ ശക്തയായി തീർന്നു. അവൾ യേശുവിനോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. നാളുകൾ റൂമിനകത്തടച്ചിട്ടത്, പുറത്തേക്ക് വരാത്തത്, വെളിച്ചം കാണിക്കാത്തത് സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ശക്തി നിൻ്റെ അകത്ത് വരുമ്പോൾ നീ സഞ്ചരിക്കാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും, പുറപ്പെടാൻ തുടങ്ങും. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. സഞ്ചരിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ നാളുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ നിന്നെ അടച്ചിട്ട മണ്ഡലങ്ങൾ ഇന്ന് പകൽ തകരുന്നു. രക്തത്താലും വചനത്താലും ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ചില സ്വതന്ത്രരാകിയ, ചില തലമുറകളുടെ ഭാവി അടച്ച റൂമിനകത്ത് മാത്രം ഇരുത്തി വെളിച്ചം കാണിക്കത്തില്ലെന്ന് പറയുമ്പോൾ ആ ശക്തമായ വെല്ലുവിളികൾ ഇന്ന് പകൽ മാറി ചിലത് പുറത്തേക്ക് വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകൂ. ഈ ദൂത് ശക്തമായ ചില കുടുംബങ്ങളുടെ മേലും തലമുറകളുടെ മേലും നിങ്ങളുടെ ശരീരത്തിന്മേലും നിങ്ങളുടെ ആത്മജീവിതത്തിന്മേലും വെളിപ്പെടുമോ? പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. നീക്കേണ്ടതിനെ നീക്കി, മാറ്റേണ്ടതിനെ മാറ്റി, സ്വതന്ത്രമാക്കേണ്ടതിനെ സ്വതന്ത്രമാക്കി, നാളുകൾ ഇരുട്ടത്തിരുന്ന ചിലതിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവവചനത്തിൻ്റെ ശക്തി യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ സംഭവിക്കട്ടെ. ദൈവവചനം ശക്തിയോടെ വെളിപ്പെടുമ്പോൾ ദുരാത്മ മണ്ഡലങ്ങൾ, വ്യാധികൾ നീങ്ങിപ്പോകുന്നു. അങ്ങനെയെങ്കിൽ ചില വ്യാധികൾ എടുത്തു മാറ്റുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഈ സമൂഹത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മൂവ് ചെയ്യട്ടെ. ചിലർ പുറപ്പെടട്ടെ. തളയ്ക്കപ്പെട്ട ചിലർ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. പിതാവേ, അവിടുത്തെ മഹത്വമുള്ള വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക്. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ മുമ്പോട്ട് പോകും. നമ്മുടെ ദൈവം വലിയവൻ, നമ്മുടെ ദൈവം ഉന്നതൻ. വ്യാധികളെ നീക്കുന്ന, ദുരാത്മാക്കളെ പുറത്താക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയും ഇന്ന് പകൽ തിരിച്ചറിയൂ. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.